അവളെ വണ്ടി കയറ്റി വിടാൻ പോയതാണ്. അവളും മരണത്തോട് മല്ലടിച്ച് അവിടെ പോയി. ആ ഫ്യൂണറൽ ഞാനും എന്നിവരൊക്കെ ചേർന്നാണ് നടത്തിയത്. അപ്പോൾ ആ മോള് മരിക്കും. ഡോക്ടേഴ്സ് പറഞ്ഞു ചില മണിക്കൂറുകളെ ജീവിക്കുകയുള്ളൂ. തലയ്ക്കകത്ത് ബ്രെയിൻ കലങ്ങിക്കിടക്കാണ്. മിക്സിയിൽ അടിച്ചു പോലെ എന്നുള്ള വാക്കാണ്. എല്ലാ പ്രതീക്ഷയും ഇവിടെ എറണാകുളത്തെ ഡയസസ് പാസ്റ്റർ ജയ്മോൻ ബ്രദറുമെല്ലാം ഒരു പ്രതീക്ഷയുമില്ലെങ്കിലും കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണല്ലോ, ജീവൻ കൊടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് മരിച്ചിട്ടില്ല. അവരാ വെളിയിൽ എല്ലാവരും കൂടെ നിന്ന് ഐസിയുവിന്റെ വെളിയിൽ നിന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചലമായിട്ട് കിടന്ന പെൺകുട്ടി അപ്പോന്ന് വിറച്ച് ചാടി എഴുന്നേറ്റു. ഡോക്ടർമാർ പെട്ടെന്നെല്ലാം കണക്ട് ചെയ്തു. ചുരുക്കി പറയട്ടെ, കുഞ്ഞ് ജീവനിലേക്ക് മടങ്ങുന്നു. അവർക്ക് ബോധം വന്ന് 6-ാം ദിവസം ഡിസ്ചാർജ്. ബോധം വന്നു കഴിഞ്ഞപ്പം പറഞ്ഞതോളം യേശുവിന്റെ അടുക്കൽ പോയി. ആൻഡ് മരിയ യേശുവിന്റെ അടുക്കൽ പോയി. യേശുവിനെ കണ്ടു, എല്ലാം കണ്ടു. അത് അവള് പറയുന്ന ആ സാക്ഷ്യം ഇന്ന് വൈകിട്ട് 9 മണിക്ക് പവർ വിഷൻ ടിവിയിൽ ഉണ്ട്. എന്റെ അവിടെ പോയവർക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം. ആർക്കും ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ല. ഇവിടെ അടുത്തൊരു ഗ്രീസ് ആന്റി ഉണ്ട്. മരണത്തിലായി ആരെല്ലാം ചെന്ന് പ്രാർത്ഥിച്ചു. ആന്റി ജീവിച്ചു. ആന്റി മടങ്ങി വന്നപ്പോൾ എന്നെ എന്തിനാ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ആന്റിയുടെ ആത്മാവോടെ പോയി. കുഞ്ഞമറാച്ചായ എന്ന് പറയുന്ന അങ്കിള് ഈ പ്രദേശത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. എൻ്റെ കസിനാണ്. അവര് അങ്കിളും ആന്റിയും കൂടെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് ശ്വാസം മുട്ടലുണ്ടായി. ഫ്ലൈറ്റ്